എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലൂടെ ഒരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. നമുക്കറിയാം, കഴിഞ്ഞ LP-UP പരീക്ഷ എഴുതി അഡ്മിഷൻ എടുത്ത 373 പേരിൽ 261 പേരെയും സർവീസിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ്, ആപ്പാണ് ചലഞ്ചർ ആപ്പ്. ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത LP-UP നമ്മൾ തന്നെ പിടിക്കും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ടീച്ചിങ് ചാനൽ നമുക്കൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം. ഏറ്റവും നല്ല അധ്യാപകരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന LP-UP ടീമായിട്ട്. ആ സൈക്കോളജിക്കൊക്കെ ഏറ്റവും ബെറ്റർ ടീച്ചർ ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ ഓരോ വിഷയവും സസ്പെൻസ് വിടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഞാനായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ക്ലാസ്സുകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷ് ഗ്രാമർ ചോദ്യങ്ങളുണ്ട്, പെഡഗോജി ഉണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്, അതുപോലെ റീഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യേക ക്ലാസ് ഞാൻ തരാം. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. ആചാരവെടിക്ക് ഇതാണ് ബെസ്റ്റ്. വിച്ച് among the following is a noun form word? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നൗൺ ഫോം? ചിയർഫുള്ളി, ഹാപ്പി, ഓണസ്റ്റി, ജലസ്. ചിയർഫുള്ളി, ഹാപ്പി, ഓണസ്റ്റി, ജലസ്. ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? നൗൺ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ചിയർഫുള്ളി ആഡ് വെർബാണ്, ഹാപ്പി അഡ്ജക്റ്റീവ് ആണ്, ജലസും അഡ്ജക്റ്റീവ് ആണ്. LY അവസാനിക്കുന്ന മിക്കവാറും വാക്കുകൾ ആഡ് വെർബായിരിക്കും, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് നൗൺ അല്ല. ഹാപ്പി സന്തോഷവാനായ, ആയ ഉള്ള എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവാ. ജലസ് അസൂയയുള്ള അഡ്ജക്റ്റീവ് ആണ്. ജലസി ആയിരുന്നെങ്കിൽ നൗൺ ആവുമായിരുന്നു. ആൻസർ ഓണസ്റ്റി. നൗൺ എന്ന് പറഞ്ഞാൽ നാമം, സത്യസന്ധത. ഓണസ്റ്റ് ആണ് അഡ്ജക്റ്റീവ്, ഓണസ്റ്റി നൗൺ ആണ്. രണ്ടാമത്തെ ചോദ്യം ഉത്തരവുണ്ട്. രണ്ടാമത്തെ ചോദ്യം, പുട്ട് ദ ഫോളോയിങ് ഈവന്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ. താഴെ കൊടുത്തിരിക്കുന്ന കൃത്യമായ ഓർഡറിൽ എഴുതുക. മൈ ഫാമിലി വാസ് വിത്ത് മീ. ഹി ടോൾഡ് us to stay calm. As we entered the pet shop, his dog started to bark. I visited Mr. Gupta's pet shop on my way home. He has a very good collection of pet animals എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കത് ഓർഡറിലാക്കാം. പണ്ട് പറയാം, ജംബിൾഡ് വേർഡ്സ്, ജംബിൾഡ് സെന്റൻസ് ആണ്, സിമ്പിൾ ആണ്. ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. ഹി ഹാസ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് പെറ്റ് ആനിമൽസ്. അയാൾക്ക് ഒരുപാട് പെറ്റ് ആനിമൽസിന്റെ കളക്ഷൻ ഉണ്ട്. മൈ ഫാമിലി വാസ് വിത്ത് മീ. എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആസ് വി എന്റേർഡ് ദ പെറ്റ് ഷോപ്പ്, ഹിസ് ഡോഗ് സ്റ്റാർട്ടഡ് ടു ബാർക്ക്. പട്ടി കുരയ്ക്കാൻ തുടങ്ങി. ഹി ടോൾഡ് us to stay calm. അയാൾ ഞങ്ങളോട് പറഞ്ഞു ശാന്തനായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ഓർഡർ. ഇനിയിപ്പോ ഒന്നുമില്ല, ഇനിയിപ്പോ താഴെ ഓപ്ഷൻ നോക്കേണ്ട കാര്യം ഒന്നുമില്ല. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പൊ നമ്മൾ അതൊരു കൃത്യമായ ഓർഡറിലാക്കിയെടുത്തു. 4, 1, 5, 3, 2 ആണ്. ഫൈൻഡ് ദ കറക്റ്റ് സെന്റൻസ്. മിസ്റ്റർ മൈക്ക് ഈസ് ആൻ യൂറോപ്യൻ. തെറ്റ്. കറക്റ്റ് സെന്റൻസ് എ യൂറോപ്യൻ ആണ്. കറക്റ്റ് എ യൂറോപ്യൻ. എ യൂറോപ്യൻ എന്ന് പറയും. ആൻ തെറ്റാണ്. യൂറോപ്യൻ യാ എന്ന് വരുന്നത് കൊണ്ട് എ ആണ്. ദ ക്യാപ്റ്റൻ സെൻഡ് ആൻ SOS മെസ്സേജ്. ദ ക്യാപ്റ്റൻ സെൻഡ് ആൻ SOS മെസ്സേജ്. കറക്റ്റാ. SOS എന്ന് വരുമ്പോ എസ് എന്ന് വരുമ്പോ എ ആ. ആൻ SOS മെസ്സേജ്. ഐ വർക്ക് ഇൻ എ യൂണിവേഴ്സിറ്റി ആണ്. ആൻ യൂണിവേഴ്സിറ്റി എ ആണ്. തെറ്റ്. ആൻ ഇയർ ഹാസ് 365 days. ആൻ ഇയർ അല്ല, എ ഇയർ ഈസ് ദ റൈറ്റ് ആൻസർ. എ ഇയർ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻ ഇയർ എന്ന് പറയത്തില്ല. ഇയർ എന്ന് എഴുതുന്ന ഇങ്ങനെ ഇയർ. നമ്മളെല്ലാം ഇയർ എന്ന് വായിക്കുന്ന ഇങ്ങനാണ്. ഇയർ അത് തെറ്റാണ്. അത് ചെവിയാണ്. ഈ ഇയർ ആണ്. അത് ആനാണ്. അത്രേ കാര്യമുള്ളൂ. നെക്സ്റ്റ്. ദ ക്യാപ്റ്റൻ സെൻഡ് ആൻ SOS മെസ്സേജ് ഈസ് ദ റൈറ്റ് ആൻസർ. ആൻ SOS എന്ന് പറയും. ആൻ MA, ആൻ MLA, ആൻ XMLA അങ്ങനൊക്കെ പറയും. ഡെത്ത് ലൈസ് ഹിസ് ഐസി ഹാൻഡ് ഈവൻ ഓൺ കിങ്സ്. രാജാക്കന്മാരുടെ മേൽ വരെ മരണം അതിന്റെ തണുത്തുറഞ്ഞ കൈകൾ പ്രയോഗിക്കുന്നു. ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്? ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കും. സിമിലി ഉപമയാണ്. എന്തിനോടെങ്കിലും സാദൃശ്യപ്പെടുത്തിയ ഉപമ. ഇത് ഉപമയല്ല. മെറ്റഫർ ഉൽപ്രേക്ഷയാണ്. ഈസ്, ആർ, ആം. മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുമ്പം മെറ്റഫറ. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ സിമിലിയ. അതാ വ്യത്യാസം. എന്റെ സ്നേഹം ഒരു റോസാപുഷ്പമാണെന്ന് പറയുമ്പോൾ മെറ്റഫർ. എന്റെ സ്നേഹം ഒരു റോസാപുഷ്പത്തെ പോലെയാണെന്ന് പറയുമ്പോൾ സിമിലി. പെഴ്സോണിഫിക്കേഷൻ ആണ്. പെഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് പെഴ്സോണിഫിക്കേഷൻ. മരണത്തിന്റെ കൈകൾ, മരണത്തിന് കൈകളില്ല. വ്യക്തിരൂപം കൊടുക്കുന്നതിനെ പെഴ്സോണിഫിക്കേഷൻ. ഓക്സിമോറൺ എന്തോന്നറിയാമോ? ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ഇപ്പം വിജയപരാജയങ്ങൾ, സുഖദുഃഖങ്ങൾ, ഇങ്ങനെ ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെ ഓക്സിമോറോൺ എന്ന് പറയുന്നു. അപ്പൊ പെഴ്സോണിഫിക്കേഷൻ.
വിച്ച് among the following movements is suitable for a bull? അതായത് ബുള്ളിന്റെ മൂവ്മെന്റ്സിന് എന്ത് വിളിക്കും? ബുള്ള് പ്രാൻസ് ചെയ്യുന്നത് ഹോഴ്സാ, അതറിയാം അല്ലെ? പ്രാൻസ്, കുതിര ചാടുന്നതിന് പ്രാൻസ് പറയും. ഫ്രണ്ട് കാലുകൾ പൊക്കി ചാടുന്നതിന്. ബുൾ എപ്പോഴും ചാർജ് ചെയ്യുക. ബുള്ളിന്റെ ബുൾ ചാർജിങ് ആണ്, അത് പഠിച്ചു വെക്കണം. ബുള്ളിന്റെ മൂവ്മെന്റ്സ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബുൾ പ്രാൻസ് ചെയ്യും. ബാക്കിയെല്ലാം അറിയണോ? സ്റ്റർട്ട് എന്ന് പറഞ്ഞാൽ മൈല് നടക്കുന്നതിനെയാണ് സ്റ്റർട്ട് എന്ന് പറയുന്നത്. ഗ്ലൈഡ് അരയണ്ണം നടക്കുന്നതിനാണ് ഗ്ലൈഡ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, fill in the blanks using the appropriate cursive device from the given ones. Solar energy is clean. Dash it helps you to save money. Solar energy is clean. Dash it help you to save money എന്ന് പറയും. However, എന്നിരുന്നാലും, otherwise അല്ലെങ്കിൽ, moreover കൂടാതെ. അപ്പം however ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുമ്പോഴാണ് otherwise otherwise എന്നിരുന്നാലും എന്ന് പറയുന്നു. അല്ലെങ്കിൽ, അതർവൈസ് അല്ലെങ്കിൽ. അപ്പൊ ഇത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഏറ്റവും കോൺട്രാസ്റ്റിംഗ് ബട്ട് മോർ ഓവർ ആഡിങ് ഫാക്ട്സ്. അതായത് സോളാർ എനർജി ക്ലീൻ ആണ്, കൂടാതെ ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. അപ്പൊ മോർ ഓവറേ വരത്തുള്ളൂ. മോർ ഓവർ എന്നാണ് അവിടെ വരുന്നത്. മോർ ഓവർ, അത് പഠിച്ചു വെക്കുക. മോർ ഓവർ, ഓക്കെ, അത് ആഡിങ് ഫാക്ട്സ് ആണ്. മോർ ഓവർ എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ടൂത്ത് ബ്രഷ്? ടൂത്ത് ബ്രഷിന്റെ പ്ലൂറല് ടീത്ത് ബ്രഷ് ആണ്. ആണോ? ടൂത്ത് ബ്രഷസ് ആണോ ടീത്ത് ബ്രഷ് ആണോ? യഥാർത്ഥ ടൂത്ത് ബ്രഷ് എന്ന് പറയുമ്പം ആ പല്ല് തേക്കുന്ന ബ്രഷ്. അപ്പൊ ബ്രഷുകൾ എന്നല്ലയോ പറയണ്ടേ? അപ്പൊ എന്തോ വരും? ടൂത്തിനെ ടീത്ത് ആക്കണോ അതോ ബ്രഷിനെ ബ്രഷസ് ആക്കണോ? ഏതാണ് കറക്റ്റ്? ടൂത്ത് ബ്രഷസ് ആണ്. ബ്രഷസ് ആണ് അവിടെ. ഒന്നിൽ കൂടുതൽ വരുമ്പോ ബ്രഷാ. പല്ല് മാത്രം വരുന്നെങ്കിൽ ടീത്ത് എന്ന് പറയാം. എന്നാൽ പല്ല് തേക്കുന്ന ബ്രഷ് എന്ന് പറയുമ്പോ ടീത്ത് ബ്രഷസ് ആണ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ടൂത്ത് ബ്രഷസ്, അതാണ് കറക്റ്റ്. രണ്ടാമത്തെ വാക്ക് മാത്രം പ്ലൂറൽ ആക്കിയാൽ മതി. ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഒറിഗാമി, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെയാണ് ഈ ഒറിഗാമി എന്ന് പറയുന്നത്. ആ കലാരൂപത്തെയാണ് ആ പറയുന്ന അതിനെയാണ് ഒറിഗാമി എന്ന് വിളിക്കുന്നത്. അതായത് ഒറിഗാമിയുടെ സ്പെല്ലിംഗ് കണ്ടോണം. ഞാൻ കാണിച്ചു തരാം. ORIGAMI, ഒറിഗാമി. പേപ്പർ മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ജാപ്പനീസ് കലാരൂപം. പേപ്പർ മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ജാപ്പനീസ് കലാരൂപത്തെയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പെല്ലിംഗ് നോക്കി പഠിച്ചോണം. നെക്സ്റ്റ്, record the suitable question tag. We often watch TV in the afternoon. We often watch TV in the afternoon. Watch എന്ന് പറയുന്നതാണ് വെർബ്. വാച്ച്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ വാച്ച് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു കിട്ടും. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായാലും ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു ഡസ് ഡിഡ് കണ്ടുപിടിക്കണം. വാച്ച് ഡു, വാച്ചസ് ഡസ്, വാച്ച്ഡ് ഡിഡ്. ഡു വി, ഡിഡിൻ വി, ഡോൺ വി, ഡിഡ് വി. ആൻസർ ഏത് വരും? ഡോൺ ബി എന്നാണ് വരുന്നത്. വി ഓഫൺ വാച്ച് TV ഇൻ ദ ആഫ്റ്റർനൂൺ. ആൻസർ ഡോൺ ബി എന്നാണ്. നെക്സ്റ്റ്, ഒനിയോമാനിയ മീൻസ്. ഒനിയോമാനിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്റൻസ് ഡിസയർ ടു ബി ഇൻ ഓപ്പൺ സ്പേസ്, മാനിയ ഫോർ നെയിംസ്, മാനിയ ഫോർ മേക്കിംഗ് പർച്ചേസസ്, മാനിയ ഫോർ ടുലിപ്സ്. ടുലിപ്സ് ഒരു പുഷ്പമാണ്. അതായത് ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു ആഗ്രഹം, ത്വര. വീട്ടിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണെന്ന് പൊതുവെ പറയാറുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, ഇപ്പൊ പുരുഷന്മാരും അങ്ങനത്തെ തന്നെയാണ്. ഒനിയോമാനിയ. പണ്ട് സ്ത്രീകളെ മാത്രമായിരുന്നു കുറ്റപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, നമുക്കൊരു റീഡിംഗ് കോമ്പറ്റീഷൻ ഒന്ന് പരിചയപ്പെടാം. സിമ്പിൾ ആണ്, ഞാനൊന്ന് വായിക്കാം. റീഡിംഗ് കോമ്പറ്റീഷൻ ചോദ്യങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. 3 തവണയെങ്കിലും വായിക്കുക. നല്ലതുപോലെ കണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചോദ്യത്തെ അപ്രോച്ച് ചെയ്യുക. പിന്നെ ഓപ്ഷൻ വായിച്ചു നോക്കുക. നമുക്കൊന്ന് വായിച്ചു ഞാൻ അർത്ഥം പറഞ്ഞു പോകാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The awkwardness of life in old age homes has been pointed out by many. Old age ഹോംസിലെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. The tedium old people face there, അവിടുത്തെ ബോർ ലൈഫാണ്. Is mainly out of the importunate curiosity of the visitors who come there. അവിടെ വരുന്ന ആൾക്കാരാണ്, സന്ദർശകരാണ് പ്രശ്നം. Many of the old people are maladjusted because of the long and solitary lives they have to lead there. പലരും അവിടെ മടുത്തിരിക്കുകയാണ്. എന്റെ കാരണം അവിടുത്തെ ഏകാന്തത നിറഞ്ഞ ജീവിതം. Apparently there are no genuine cases of abandoned parents. പാരന്റ്സിനെ കൊണ്ടുവന്ന് ഒഴിവാക്കുന്നതിന് കാരണങ്ങളൊന്നുമില്ല. ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആണ് അവർ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ ഗിവിംഗ് അപ്പ് ബൈ ദെയർ വെൽത്തി ചിൽഡ്രൻ. കൂടുതലും പേരും ഇപ്പൊ സാധാരണ കേസുകളില് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് പിന്നെ അഗതി മന്ദിരത്തിലാക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. സമ്പന്നരായ മക്കളാണ് കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. We have to go on enlightening our youth against this tendency to fly away from their parents. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പാരന്റ്സിനെ എന്ത് ചെയ്യുക? എൻലൈറ്റൻ ചെയ്യുക. അവരെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഉദ്ബോധനം ചെയ്യുക, പ്രബോധനം കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞു. The patriotism they send is nothing if they really know the value of the disarming smiles that bloom on the faces of their parents when they are properly cared for their
ഓൾഡ് ഏജ്. എല്ലാ മാസവും അയച്ചു കൊടുക്കുന്ന പാൽട്രി സം, തുച്ഛമായ പണം, അതല്ല വേണ്ടത്. മറിച്ച് അവരെ കൃത്യമായിട്ട് കെയർ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയാണ് ആ പണത്തേക്കാൾ വലുത് എന്ന് മക്കളെ പഠിപ്പിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാ ഐഡിയ ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. വായിക്കുമ്പോൾ പൂർണ്ണമായിട്ടൊരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഹാവിംഗ് ബീൻ ഡെസർട്ട് ഓർ ലെഫ്റ്റ്. ഹാവിംഗ് ബീൻ ഡെസർട്ടഡ് ഓർ ലെഫ്റ്റ്. ഡിസാമിംഗ്, അബാൻഡൻഡ്, ഇമ്പോർഷനേറ്റ്, സോളിറ്ററി. അബാൻഡൻഡ് ആണ് ഒഴിവാക്കുക എന്നർത്ഥം. കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക, നടതള്ളുക. അബാൻഡൻഡ് എന്നാണ് കറക്റ്റ് വാക്ക്. നെക്സ്റ്റ്, ആസ് പെർ ദ പാസേജ് വിച്ച് ഈസ് മോർ വാല്യബിൾ, ദ പാൽട്രിസം വിച്ച് ഈസ് സെൻഡ് ബൈ ദ യൂത്ത്, വെൽത്തി ചിൽഡ്രൻ, ഡിസാമിംഗ് സ്മൈൽ ഓൺ ദ ഫേസ് ഓഫ് ഓൾഡ് പീപ്പിൾ വെൻ ദേ ആർ പ്രോപ്പർലി കെയർഡ്. അതാണ് കറക്റ്റ്. അവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയുണ്ട്, അവരെ കൃത്യമായിട്ട് നോക്കുമ്പോൾ. അതാണ് വാല്യബിൾ ആയിട്ടുള്ളത്, വേറെ ഒന്നും ആലോചിക്കേണ്ട. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ്. പാരന്റ്സിനെ എന്ത് ചെയ്യണം? അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ബൈ എൻലൈറ്റനിങ് അവർ യൂത്ത് അഗൻസ്റ്റ് ദെയർ ടെൻഡൻസി ടു ഗിവ് അപ്പ് ദെയർ പേരൻസ്. അതാണ് കറക്റ്റ്. ബൈ എൻലൈറ്റനിങ് അവർ യൂത്ത് അഗൻസ്റ്റ് ദെയർ ടെൻഡൻസി ടു ഗിവ് അപ്പ് ദെയർ പേരൻസ്. അതാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. വൺ ഹു നോസ് എവരിതിങ്, എല്ലാം അറിയുന്നവനെ ഒമ്നിസിയന്റ് എന്നാണ് വിളിക്കുന്നത്. ഒമ്നിസിയൻ, വൺ ഹു നോസ് എവരിതിങ്, എല്ലാം അറിയുന്നവൻ. ഒമ്നിപൊട്ടന്റ്, സർവശക്തന. വൺ ഹു ഈസ് ആൾ പവർഫുൾ. ഒമ്നിവോറസ്, എന്താഹാരവും കഴിക്കുന്ന, സസ്യവും മാംസവും കഴിക്കുന്ന മിശ്രഭോജിയാണ്. ഒപ്റ്റിമിസ്റ്റ്, ശുഭാപ്തി വിശ്വാസക്കാരനാണ്. പഠിച്ചു വെക്ക്. നെക്സ്റ്റ്, ദ ഡോക്ടേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു ഡാഷ് സ്ട്രൈക്ക്. സ്ട്രൈക്ക് തുടരാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഗോ ഓൺ, കണ്ടിന്യൂ എന്നാണ് അർത്ഥം. കണ്ടിന്യൂ, ഗോ ഓൺ. നെക്സ്റ്റ്, ഗോ ഓൺ, കണ്ടിന്യൂ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. വെൻ വി ഹാഡ് എന്റേർഡ് ദ തിയേറ്റർ ദ ഷോ ഹാഡ് ആൾറെഡി ബിഗൺ. തെറ്റാണ്. അർത്ഥം എങ്ങനെ വരണ്ടേ? ഞങ്ങൾ തിയേറ്ററിൽ കയറിയപ്പോഴേക്കും ഷോ തുടങ്ങിയിരുന്നു. അപ്പൊ ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3 പറയണം. അത് ഷോ തുടങ്ങിയ കാര്യം. ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3. അപ്പൊ ഷോ ഹാഡ് ആൾറെഡി ബിഗൺ ഉള്ളത് നോക്കണം. ഷോ ഹാഡ് ആൾറെഡി ബിഗൺ രണ്ടിടത്തുണ്ട്. ഷോ ഹാഡ് ആൾറെഡി ബിഗൺ. ഇവിടെ തെറ്റാ, ബിഗിൻ V3 അല്ല. ഷോ ഹാഡ് ആൾറെഡി ബിഗൺ ഇവിടെ ഉണ്ട്, മൂന്നിടത്തുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആക്ഷൻ അത് V2 ആയിരിക്കണം, സിമ്പിൾ പാസ്റ്റ്. ഇവിടെ ഹാഡ് എന്റേഡ് വരത്തില്ല, എന്റേഡ് വരും. ശരിയാ, എന്റർ വരത്തില്ല. അതായത് പാസ്റ്റിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത് നടന്ന സംഭവം V2യിലും പറയണം. ബിഫോർ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഓക്കെ. 16ഓളം ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു പരീക്ഷയ്ക്ക് 6 ചോദ്യമായിരുന്നു പണ്ടത്തെ ഒരു പരീക്ഷയ്ക്ക്. ഇപ്പൊ 10 മാർക്കിനാണ്. അതിനകത്ത് 3 ഗ്രാമർ, 3 വൊക്കാബുലറി, 3 റീഡിംഗ് കോമ്പിനേഷൻ, ഒരു പെഡഗോജി. അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. സൈക്കോളജി ചോദ്യങ്ങളൊക്കെ വരും. സോ ഇംഗ്ലീഷ് ഇവിടെ ഭദ്രമാണ്, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ വന്നത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാനിനി നിങ്ങളോടൊപ്പം ഉണ്ട്. ടീച്ചിങ്ങിന്റെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇവിടെയും തരണം. നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു കാര്യമാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ് കണ്ടു കഴിഞ്ഞവർ അത്യാവശ്യമായിട്ടൊന്ന് കമന്റ് ചെയ്യണം. ഞാൻ എവിടെയും പോയിട്ടില്ല, ചലഞ്ചർ ആപ്പിനോടൊപ്പം ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ടീച്ചിങ് മേഖലയിലുണ്ട്. ഇനിയും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.